നാളുകൾക്ക് ശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിൽ തന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായി. CPIM പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഈ പ്രതിഷേധത്തിനിടയിലൂടെ രാഹുലിന് പുറത്തേക്ക് പോകാൻ വഴി ഒരുക്കുകയായിരുന്നു. രാഹുലിന്റെ വാഹനം അവിടെ നിന്ന് MLA ഓഫീസിലേക്കാണ് പിന്നീട് യാത്ര തിരിച്ചത്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി രാഹുൽ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എല്ലാം കോടതിയുടെ മുൻപിലാണ്, അതുകൊണ്ട് പ്രതികരണമില്ല, മറ്റൊന്നും പറയാനില്ല, സത്യം ചെയ്യിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, തനിക്കെതിരെ പറയാനുള്ള കാര്യങ്ങൾ അതെല്ലാം കോടതിയുടെ പരിഗണനയിലുണ്ട്, കോടതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. അവിടെ ആ കടയിലെത്തി ചായ കുടിച്ചതിന് ശേഷമാണ് രാഹുൽ MLA ഓഫീസിലേക്ക് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് യാത്രയായത്. ഇപ്പോൾ MLA ഓഫീസിലെത്തിയിട്ടുണ്ട്. സമീപത്തെ വീടുകളിലുള്ള ആളുകളോട് കുശലം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒളിവിലായിരുന്നുവെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറയേണ്ടതില്ലേ, ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. പാർട്ടി നടപടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, പാർട്ടി പുറത്താക്കിയതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെടുത്ത ശക്തമായ നിലപാടിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. തനിക്ക് പറയാനുള്ളത് എല്ലാം കോടതിയുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഉയർന്ന ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കോടതിയെല്ലാം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലെത്തിയ ദിവസം കൂടിയാണ്. ആ ദിവസമാണ് രാഹുൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യം. ആ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോടതി നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നുണ്ട്. രാഹുൽ വിഷയങ്ങളെയൊന്നും MLA ഓഫീസിനകത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ പ്രതികരണത്തിന് മുതിരുന്നില്ല. ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം, പ്രതികരണമില്ല. ഒളിവിലായിരുന്നു എന്നുള്ള ചോദ്യം, മറുപടിയില്ല. അങ്ങനെ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കുന്നില്ല. തനിക്ക് പറയാനുള്ളത് മാത്രം രാഹുൽ പറയുന്നു. കോടതി എല്ലാം തീരുമാനിക്കട്ടെ എന്നാണ് ചോദ്യങ്ങൾക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. കോടതി വ്യവഹാരങ്ങൾ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് കോടതി. മറ്റൊന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. 15-ാം തീയതി കേസ് പരിഗണിക്കുന്നവരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ് ഉള്ളത്. മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടത് റദ്ദാക്കണമെന്ന ആവശ്യമാണ് സർക്കാരും പ്രോസിക്യൂഷനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.